ബാർ കോഴ കേസിൽ വിജിലൻസ് റിവ്യൂ ഹർജി നൽകി. അടിയന്തര സ്വഭാവമുള്ളതിനാൽ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്നും വിജിലൻസ് ഹർജിയിൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ പി താജുദ്ദീൻ ചേരുന്നുണ്ട്. താജുദ്ദീൻ, വിശദാംശങ്ങൾ. അരുൺ, ബാർക്കോഴ കേസിൽ മന്ത്രി കെ എം മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കണ്ടെത്തി തുടരന്വേഷണം നടത്തണമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ വിജിലൻസ് ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. റിവിഷൻ ഹർജിയിൽ ഉടൻ തന്നെ പ്രാഥമിക വാദം കേൾക്കണമെന്നും അടിയന്തര സ്വഭാവമുള്ള കേസാണ് എന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ വിജിലൻസിന്റെ ഈ ആവശ്യം പരിഗണിച്ച് കോടതി ഇന്ന് ഉച്ചതിരിഞ്ഞ് റിവിഷൻ ഹർജിയിൽ പ്രാഥമിക വാദം കേൾക്കും. അഡീഷണൽ DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് വിജിലൻസിന് വേണ്ടിയിട്ട് വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് റിവിഷൻ ഹർജി നൽകിയിട്ടുള്ളത്. വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള പരാമർശം നീക്കണമെന്നടക്കമുള്ള വിവിധ ആവശ്യങ്ങളാണ് വിജിലൻസ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നിയമപരമല്ല എന്നും റിവിഷൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജിയിൽ അടിയന്തര സ്വഭാവം പരിഗണിച്ച് റിവിഷൻ ഹർജിയിൽ ഇന്ന് തന്നെ വാദം കേൾക്കണമെന്നും വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം പരിഗണിച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞ് തന്നെ കേസിൽ പ്രാഥമിക വാദം നടത്താനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. താജുദ്ദീൻ, അതായത് കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് വിജിലൻസ് ഡയറക്ടർക്ക് മോശം പരാമർശം അത് നീക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണോ ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? കൃത്യമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്? ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയിരുന്നത്. ബാർ കോഴ കേസിൽ വിജിലൻസ് റിവ്യൂ ഹർജി നൽകി. അടിയന്തര സ്വഭാവമുള്ളതിനാൽ ഇന്ന് തന്നെ കേസ് പരിഗണിക്കണം എന്നാണ് കോടതിയിൽ റിവ്യൂ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.